അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, മക്കൾ അദബുള്ളവരാകാൻ മക്കളെ നമ്മൾ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തേണ്ട, പഠിപ്പിക്കേണ്ട 4 ഹദീസുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത്. അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും മക്കൾക്ക്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കാനും നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദബിൻ്റെ, സൽ സ്വഭാവത്തിൻ്റെ 4 അടിസ്ഥാനങ്ങൾ എന്ന നിലക്കാണ് മഹാന്മാരായ അഹ്ലുസുന്നത്തിൻ്റെ ഉലമാക്കൾ, പണ്ഡിതന്മാർ 4 ഹദീസുകളെ ചേർത്തി വച്ചത്. ഒരാൾ അദമുള്ളവനാകണമെങ്കിൽ, ഒരാൾ സൽസ്വഭാവിയാകണമെങ്കിൽ ഈ 4 ഹദീസുകൾ അത് പഠിച്ച് പ്രാവർത്തികമാക്കുകയാണ് എങ്കിൽ ഏറ്റവും നല്ല അദബിലേക്ക്, ഏറ്റവും നല്ല സ്വഭാവത്തിലേക്ക് അവൻ എത്തുമെന്നാണ് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഏതൊക്കെയാണ് ആ ഹദീസുകൾ? അതിൽ ഒന്നാമത്തെ ഹദീസ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, പരലോകത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, ഫൽ യഖുൽ ഖൈറ, അവൻ നല്ലതു പറഞ്ഞുകൊള്ളട്ടെ, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മൗനം അവലംബിച്ചു കൊള്ളട്ടെ. ഒന്നുകിൽ നല്ലതു പറയുക, അതല്ല എങ്കിൽ മൗനം അവലംബിക്കുക. ഇതാണ് ഒന്നാമത് സ്വഭാവത്തിൻ്റെ, അദബിൻ്റെ, മര്യാദയുടെ ഏറ്റവും കാതലായ വശം. നമ്മുടെ സംസാരം നന്നാക്കുക എന്നുള്ളതാണ്. എത്രത്തോളം നമ്മുടെ വാചകങ്ങളെ, നമ്മുടെ സംസാരങ്ങളെ ഇസ്ലാമികമായി ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുവോ അത്രത്തോളം സൽസ്വഭാവത്തോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുമെന്നാണ് നമ്മൾ നമ്മോടും നമ്മുടെ വിദ്യാർത്ഥികളോടും മക്കളോടുമൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മുടെ നാവിലൂടെ കടന്നു വരുന്ന വാചകങ്ങൾ അത് നമ്മുടെ സ്വർഗവും നരകവും നിർണയിക്കുന്നതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കാര്യം പറഞ്ഞിട്ടാണ് ഈ ഒരു ഗൗരവം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ഒരാൾക്ക് അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസമുണ്ട് എങ്കിൽ, കണ്ണടച്ചു മരണപ്പെട്ട് പരലോകത്ത് കണ്ണ് തുറക്കുമ്പോൾ എൻ്റെ റബ്ബിനെ ഞാൻ കണ്ടുമുട്ടേണ്ടി വരും എന്ന ചിന്ത ഒരാൾക്കുണ്ട് എങ്കിൽ, വൽ യൗമിൽ ആഖിർ, പരലോകമുണ്ട്, ഉയർത്തെഴുന്നേൽപ്പ് യാഥാർത്ഥ്യമാണ്, ജീവിതത്തിൽ ഞാൻ പറഞ്ഞ വാചകങ്ങളെല്ലാം അള്ളാഹു വിചാരണക്കെടുക്കുന്നതാണ്, അതിന് ഞാൻ മറുപടി പറയേണ്ടി വരും എന്ന ഒരു ഭയവും അചഞ്ചലമായ വിശ്വാസവും പരലോകത്തിൻ്റെ വിഷയത്തിൽ ഒരാൾക്കുണ്ട് എങ്കിൽ അവൻ ചെയ്യേണ്ട പണി എന്താ? ഫല്യഖുൽ ഖൈറ, അവൻ മറ്റുള്ളവരെ പോലെ എന്തെങ്കിലും പറയാൻ പറ്റൂല. ഫ്രണ്ട്സ് ഇങ്ങനെ പറയുന്നു അതുകൊണ്ട് ഞാനിങ്ങനെ പറയട്ടെ എന്ന് പറയാൻ പറ്റൂല. പുതിയ ട്രെൻഡുകൾക്കനുസൃതമായി സംസാരിക്കാൻ പറ്റൂല. ഈ വിശ്വാസമുള്ള ഒരു മുസ്ലിം, യഥാർത്ഥ വിശ്വാസി, അവൻ പറയേണ്ടത് ഫല്യഖുൽ ഖൈറ, അവൻ നല്ലത് മാത്രം പറയാം. ഇസ്ലാം അനുവദിച്ച, ഇസ്ലാം ഹറാമാക്കാത്ത, ഒരാൾക്ക് ഉപകാരമുണ്ടാകുന്ന, അല്ലെങ്കിൽ നമുക്ക് ദീനിലോ ദുനിയാവിലോ മറ്റുള്ളവർക്കോ ഉപകാരമുണ്ടാക്കുന്ന നല്ല സംസാരങ്ങൾ, അങ്ങനെയൊന്നും പറയാനില്ല എങ്കിൽ പേരിനെന്തെങ്കിലും പറഞ്ഞ് നരകത്തിലേക്ക് ഉള്ള വഴി ഒരുക്കുന്നതിന് പകരം ഔ ലിയസ്മുത്, നന്മ പറയാൻ ഇല്ല എങ്കിൽ അവൻ മൗനം അവലംബിക്കട്ടെ എന്നുള്ളതാണ്. നാവിനെ, സംസാരത്തെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്
സൽസ്വഭാവത്തിൻ്റെ ഒന്നാമത്തെ അടിസ്ഥാനമായ ഹദീസായി പണ്ഡിതന്മാർ പറയുന്നത്. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മനുഷ്യൻ്റെ ഇസ്ലാമിൻ്റെ നന്മയിൽപ്പെട്ടതാണ്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇസ്ലാം അതിൻ്റെ നന്മയിൽപ്പെട്ടതാണ് തർക്കുഹു, അവൻ ഉപേക്ഷിക്കുക എന്നുള്ളത്, മാ ലാ യഅനി, അവനൊരു ആവശ്യവുമില്ലാത്ത, അവനൊരു ഉപകാരവും ചെയ്യാത്ത അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളത് ഒരാളുടെ ഇസ്ലാമിൻ്റെ നന്മയിൽപ്പെട്ടതാണ്. അഥവാ ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ നമ്മൾ ഉണ്ടാകരുത്, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നാം പോയി തലയിടരുത്. ഇതാണ് വിദ്യാർത്ഥികളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട സൽസ്വഭാവത്തിൻ്റെ രണ്ടാമത്തെ പാഠം. നമുക്ക് ഏതൊരു വിഷയത്തിൽ നമ്മൾ ഇടപെടുമ്പോഴും ഇതെനിക്ക് പരലോകത്ത് ഗുണം ചെയ്യുമോ, ഇതെനിക്ക് ദുന്യവിയായ ഇഹലോകത്ത് വല്ല നേട്ടവും വരുത്തിത്തരുന്ന അനുവദിക്കപ്പെട്ട കാര്യമാണോ എന്ന് നമ്മൾ പരിശോധിക്കുക, എന്ന് നമ്മൾ ആലോചിക്കുക. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മൾ ഉപകാരം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അതുവരെ നമുക്ക് പരലോകത്ത് ഗുണം ചെയ്യുന്നതാണ്, അതുകൊണ്ട് നമുക്ക് ഭൗതിക ലോകത്ത് വരെ ഉപകാരമുണ്ടാകും. എന്നാൽ ഒരു ഉപകാരവുമില്ലാത്ത, പലപ്പോഴും പല ചർച്ചകളിലും പലയിടങ്ങളിലും നമ്മുടെ സമയവും നമ്മുടെ ആയുസ്സും നമ്മുടെ ദീനുമൊക്കെ നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യങ്ങളിൽ ഇടപെട്ട് വലിയ ദുരന്തത്തിലേക്ക് പലപ്പോഴും പലരും എത്തിപ്പെടാറുണ്ട്. അവിടെയാണ് ആവശ്യമില്ലാത്ത കാഴ്ച, ആവശ്യമില്ലാത്ത കേൾവി, ആവശ്യമില്ലാത്ത നോട്ടം, ആവശ്യമില്ലാത്ത സംസാരം, ആവശ്യമില്ലാത്ത ഇടപെടലുകൾ, ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഒരു വിശ്വാസി ഒഴിവാക്കേണ്ടതാണ്. നമ്മുടെ ആയുസ് പരിമിതമാണ്. അവിടെ അത്യാവശ്യമായും അതുപോലെ തന്നെ ആവശ്യമുള്ളതായും പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുണ്ട്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഞാനില്ല എന്ന്, എൻ്റെ സാന്നിധ്യമില്ല എന്ന്, എൻ്റെ നോട്ടമില്ല എന്ന്, എൻ്റെ സംസാരമില്ല എന്ന് ഉറപ്പ് വരുത്തുകയാണ് രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത്. അവിടെ തന്നെ അദബിൻ്റെ ഏറ്റവും അടുത്ത ഒരു ഭാഗത്തിലേക്ക് നമ്മൾ ഇതിലൂടെ എത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. മൂന്നാമത്തെ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു തന്നെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. പ്രവാചകനോട് പറഞ്ഞു, ഔസിനി, പ്രവാചകരെ എന്നെ ഉപദേശിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഗ്ളബ്, താങ്കൾ കോപിക്കരുത്, താങ്കൾ ദേഷ്യപ്പെടരുത്. ഫറദ്ദദ മിറാറൻ, അപ്പോൾ വീണ്ടും വീണ്ടും അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകരെ എന്നെ ഉപദേശിക്കുക. വേറൊരു ഉപദേശം കിട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. പക്ഷേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ലാ തഗ്ളബ്, ലാ തഗ്ളബ്, താങ്കൾ ദേഷ്യപ്പെടാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിനും അദ്ദേഹത്തിൻ്റെ പ്രകൃതത്തിനും വേണ്ട വളരെ പ്രധാനപ്പെട്ട ഗുണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിക്കുകയാണ്. അഥവാ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. അവിടെ ക്ഷമിക്കുന്നതിന് പകരം നമ്മുടെ മനസ്സിനെ പിടിച്ചു വെക്കുന്നതിന് പകരം ദേഷ്യപ്പെടുന്ന, പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയുണ്ടാകുമ്പോൾ എല്ലാ അദബിൻ്റെ, എല്ലാ സൽസ്വഭാവത്തിൻ്റെയും സീമകളെ ലംഘിക്കുന്ന അവസ്ഥയാണ് പലപ്പോഴും അവിടെ ഉണ്ടാകുന്നത്. ഭൗതികമായും പാരത്രികമായും പല ദുരന്തങ്ങളിലേക്കും കോപം പലപ്പോഴും കാരണമായി തീരുന്നു. അവിടെയാണ് കോപം എന്നുള്ളത് പൈശാചികമാണ് എന്നും അതിനെ അടക്കി വെക്കേണ്ടതാണ് എന്നും
അത് പിശാച് പ്രേരിപ്പിക്കുന്ന സംഗതിയാണ് എന്നുമൊക്കെ അതിനുള്ള പരിഹാര മാർഗങ്ങളടക്കം ചെയ്യണം. നിൽക്കുമ്പോഴാണ് എങ്കിൽ ഇരിക്കണം, ദേഷ്യം വരുന്നത് നിൽക്കുമ്പോഴാണെങ്കിൽ ഇരിക്കണം, ഇരിക്കുമ്പോഴാണെങ്കിൽ കിടക്കണം, മൗനം അവലംബിക്കണം, ദേഷ്യം വന്നാൽ മിണ്ടാതിരിക്കണം എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മാർഗം പരിചയപ്പെടുത്തി തരുന്നത്. അഊദു ബില്ലാ, അള്ളാഹുവിൽ ശരണം തേടണം, ഇസ്തിആദ നടത്തണം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ച പരിഹാര മാർഗങ്ങളാണ്. കാരണം ആ ഒരു ദുസ്വഭാവത്തിലൂടെ ഒരുപാട് ഖൈറുകൾ നമുക്ക് നഷ്ടപ്പെടും. ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകും. വെറുപ്പിനെ പലപ്പോഴും സൃഷ്ടിക്കാൻ അത് കാരണമാകും. അതുകൊണ്ട് ക്ഷമയാണ് ഇസ്ലാം ഇതിലൂടെ പഠിപ്പിക്കുന്നത്. മനസ്സിനെ പിടിച്ചു വെക്കാനാണ്. അതിൻ്റെ മേന്മയെ, അതിൻ്റെ പ്രോത്സാഹനത്തെ, അതിൻ്റെ മഹത്വത്തെ ഒരുപാട് അള്ളാഹുവിൻ്റെ ഖുർആനും ഹദീസുകളുമൊക്കെ വളരെ പ്രാധാന്യത്തോടുകൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കോപിക്കാതിരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഹദീസ്. മൂന്നാമത്തെ സൽ സ്വഭാവത്തിൻ്റെ അദബിൻ്റെ അടിസ്ഥാനം. നമ്മൾ ദേഷ്യപ്പെടാതിരിക്കുക, അതിൻ്റെ ഗൗരവം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുക, അതില്ലാതാകാനുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ഇതാണ് മൂന്നാമതായി നമ്മൾ മക്കൾ അദബുള്ളവരാകാൻ, നമുക്ക് അദബും സൽസ്വഭാവവും ഒക്കെ നമ്മൾ നേടിയെടുക്കാൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഹദീസ്. നാലാമത്തത് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സി. നിങ്ങളിൽ ഒരാളും വിശ്വാസിയാകുകയില്ല ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സി. സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യം തൻ്റെ സഹോദരനും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് വരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാകുകയില്ല. നമുക്ക് എന്തെല്ലാം നേട്ടങ്ങൾ വേണം, നമുക്ക് ദുനിയാവിൽ എന്തെല്ലാം ഖൈറുകൾ വേണം, അത് നമ്മുടെ സഹോദരങ്ങൾക്കും മുസ്ലിമായ നമ്മുടെ സഹോദരങ്ങൾക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസിയായി നമ്മൾ മാറുകയുള്ളൂ. ഇവിടെ അസൂയയാണ് ഇസ്ലാം എതിർക്കുന്നത്. ഒരാൾക്ക് എന്തെങ്കിലും ഭൗതികമായ ഒരു നേട്ടമുണ്ടാകുമ്പോൾ അസൂയയോടുകൂടെ കാണാനല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറിച്ച് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, അതുപോലെ എനിക്കും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതിന് ഒരിക്കലും ഇസ്ലാം എതിർക്കുന്നില്ല. നമുക്ക് ഒരു ഖൈറുണ്ടാകുമ്പോൾ ഇതേ ഖൈറ് എൻ്റെ സഹോദരന് ഉണ്ടാകണം, മറ്റു മുസ്ലിമായ സുഹൃത്തുക്കൾക്കുണ്ടാകണം. ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മളെത്തുമ്പോൾ അസൂയയില്ലാത്ത, പകയില്ലാത്ത, അഹങ്കാരമില്ലാത്ത, വിദ്വേഷമില്ലാത്ത ഖൽബുൻ സലീം, നല്ല ഒരു ഹൃദയത്തിൻ്റെ ഉടമയാകാൻ നമുക്ക് സാധിക്കുന്നതാണ്. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ നമുക്ക് സാധിക്കും. മറ്റുള്ളവരുടെ സങ്കടത്തിൽ സങ്കടപ്പെടാൻ നമുക്ക് സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് കൽബുൻയാൻ, ഒരു കെട്ടിടത്തിൻ്റെ ഓരോ ഇഷ്ടികളെ പോലെയാണ്. അത് പരസ്പരം ശക്തി പകരും. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ വ്യത്യസ്ത അവയവങ്ങൾ പോലെയാണ്. ഒരു അവയവത്തിന് എന്തെങ്കിലും രോഗം ബാധിച്ചാൽ ബാക്കിയുള്ള അവയവങ്ങൾ ഉറക്കമൊഴിച്ചും പനിച്ചും അതിൻ്റെ വേദനയിൽ പങ്കുചേരും. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന അടിസ്ഥാനം. മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ അവരുടെ സന്തോഷം നമ്മുടെ സന്തോഷമാകണം. അവരുടെ സങ്കടത്തിൽ പങ്കുചേരാൻ നമുക്ക് സാധിക്കണം. നമുക്കുള്ളതുപോലെ അവർക്കും ഉണ്ടാകണമെന്ന വിശാലമായ ഒരു മനസ്സ് നമുക്കുണ്ടാകണം. ഈ 4 കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമ്പോൾ നമുക്ക് അദബുള്ളവരാകാൻ സാധിക്കും, നമുക്ക് സൽസ്വഭാവികളാകാൻ സാധിക്കും. നമ്മുടെ മക്കളെ നമ്മുടെ മുമ്പിൽ അദബുള്ളവരാകാൻ കൊണ്ടുവന്നിരുത്തിയ, ചേർത്തിയ കുട്ടികളെ
അവരെ അദബുള്ളവരാക്കി മാറ്റാനുള്ള തൗഫീഖ് ഇതിലൂടെ ലഭിക്കും. ഈ 4 ഹദീസുകൾ നമ്മളെപ്പോഴും ആവർത്തിച്ച് വ്യത്യസ്ത രീതിയിൽ രൂപത്തിൽ ഇതിൻ്റെ പ്രാധാന്യവും മഹത്വവും നമ്മൾ ബോധ്യപ്പെടുത്തുന്നവരായി മാറുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ഉപകാരപ്രദമായ ഇത്തരം വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.